ഹായ് ഹലോ വോയിസ് കച്ചവടം അതാണിപ്പോൾ എൻ്റെ പണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ബന്ധമുള്ളൊരു വ്യക്തിയല്ല. 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പം ഈ പറയുന്ന സെലിബ്രിറ്റി ഞാനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ വോയിസ് എടുക്കാൻ വേണ്ടിയുള്ള ബന്ധമൊന്നും ഞാനും ഇല്ല, ഈ പറയുന്ന ആരുമായിട്ടും ഇല്ല. പിന്നെ എൻ്റെ ഒരു വോയിസ് വന്നിരുന്നു. അത് എന്നെ പ്രൊവോക്ക് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഫാൻ ബേസിലുള്ള ഒരു അഡ്മിൻ എന്നോട് സംസാരിച്ചതിൻ്റെ ബേസിലും, പിന്നെ എന്നെ പ്രൊവോക്ക് ചെയ്തൊരു വീഡിയോ ഇട്ടതിന് ആൾക്ക് ഞാൻ മറുപടി കൊടുക്കുന്ന രീതിയിലുമാണ്. അതിനെ എത്ര നന്നായിട്ട് തുന്നിച്ചേർത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു 3 വോയിസാണ്, 3 വോയിസുണ്ട്. മൂന്നാമത്തെ ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയില്ല. സോ ഇതിനെല്ലാം കൃത്യമായ എവിഡൻസ് ഉണ്ട്. സോ ഇതൊന്നും ഇടണ്ട എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉള്ളൊരു ഇത് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 3 വോയിസുകൾ മാന്യമായിട്ട് തുന്നിക്കെട്ടിയിട്ട് എനിക്കെതിരെയുള്ള ഒരു സംഭവമാക്കിയിട്ടുണ്ട്. അതിപ്പം ആ സെലിബ്രേറ്റ് ചെയ്ത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. ഇത് ദിൽഷ വെളിയിലിറങ്ങി ആ കാലം മുതൽ ചെയ്യുന്ന പരിപാടികളാണ്. നമ്മുടെ സൂരജ് പോയുടെ വോയിസ് എടുക്കുന്നത്, അതേ കണക്ക് തന്നെ തുടർന്ന് പലരുടെ ഇടുന്നത്. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന കാര്യങ്ങൾ പലതിനും അലിഗേഷനും മറുപടിയായിട്ടാണ് നമ്മൾ മറുപടി കൊടുത്തേക്കുന്നത്. അതും പലരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പലരും തന്ന വോയിസിൻ്റെ ബലത്തിൽ അതല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ ഇതാക്കാൻ വേണ്ടിയാണ് വോയിസ് നമ്മൾ ഇട്ടത്. അല്ലാതെ എന്നോട് പുള്ളി സംസാരിച്ചെന്തെങ്കിലും പേഴ്സണൽ വോയിസ് എടുത്തിടുകയോ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചെന്തെങ്കിലും പേഴ്സണൽ വോയിസിൻ്റെ പുറത്ത് സംസാരിക്കുകയോ അങ്ങനൊന്നുമല്ല ചെയ്തത്. പിന്നെ അലിഗേഷനിൽ വരുമ്പോൾ അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടി ഇതൊക്കെയുള്ളൂ മാർഗം, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഇറ്റ്സ് മീ കേസ് പറയുന്നത് കേട്ടു. ഞാൻ എന്തോ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ഒരു ദിവസം എന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ മൊഴിയെടുത്തതിന് വലിയ സിംപ്ലിസിറ്റി ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടുന്നു. ഒരിക്കലുമില്ല. ഒരാളെ തെറി പറഞ്ഞു എന്നുള്ള ഇഷ്യൂവിനാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണെന്ന് അവർക്ക് തോന്നി എന്നുള്ള രീതിയിലാണ് എനിക്കെതിരെ ഒരു അലിഗേഷൻ വന്നതും കേസ് വന്നതും. അതിനു മുമ്പ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നത്, അറസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിരിക്കണം. അപ്പോൾ അറസ്റ്റ് ഒന്നുമല്ല, അല്ലാതെ മൊഴിയെടുത്തു, ഒരു FIR ഇട്ടു എന്നാണ് എനിക്ക് അറിയാവുന്നത്. സോ അതിൻ്റെയും ഒരു കോപ്പിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ പിന്നെ ഈ വ്യക്തിയുടെ വോയിസ് മാനിപ്പുലേഷൻ എന്താണെന്ന് ആദ്യകാലം മുതലേ അറിയാം. ഈ ദിൽഷയുടെ സഹോദരിയുടെ വോയിസ് ആണെന്ന് പറഞ്ഞുകൊണ്ടൊരു മുഖം മറച്ചൊരു പെണ്ണ് വന്നിരുന്ന് പറയുന്ന ഒരു വീഡിയോ സഹിതം ഇട്ടതാണ്. അപ്പം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആരാണെന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ ആരവ് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. ആരവിന് 10 വയസ്സല്ലേ ഉള്ളൂ. 10 വയസ്സുള്ള കുട്ടി ആരവ് എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ പറയുന്ന വിവി അല്ലാതെ ആരവെന്നെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആരവ് പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന സെലിബ്രിറ്റിയെ പറ്റി, സെലിബ്രിറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അനുഭവത്തെ പറ്റിയൊക്കെ ആരവ് എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. സോ ആരവ് എന്തായാലും കൂടെ നിന്ന്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാണ് നിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് വിവി ഇങ്ങനൊരു ഇഷ്യൂവിലേക്ക് വരുന്നത്. എന്തായാലും ഇഷ്യൂവിലേക്ക് വരുന്നത് അതിൻ്റെ പേരിൽ അവൻ ഈ പറയുന്നതിൻ്റെ ഫ്രെഡിനോട് സംസാരിക്കുന്ന ഒരു വോയിസും മറ്റുമാണ് അന്ന് സെബാൻ എടുത്ത് വെളിയിലിടുന്നത്. ഇതെല്ലാം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിന്നെ സേവ് ചെയ്യാൻ വേണ്ടി അവൻ വളരെ ഏറെ മോശപ്പെട്ടൊരു മനുഷ്യനായി. അവൻ എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ട് അവനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ഓരോ കാര്യത്തിനുമാണ് അവൻ മറുപടി വന്നത്. ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടിയല്ല, വിവിക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നെന്നുള്ളത്. പിന്നെ അവൻ്റെ കൂടെ നിന്നവർ കൃത്യസമയത്ത് അവനെ കാലുവാരി, ഒരാളെ ഇല്ലാതാക്കാൻ കുറേ പേര് തുനിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന സെലിബ്രിറ്റിക്കെതിരെ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, പർട്ടിക്കുലർ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ വ്യക്തി മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഈ സമൂഹത്തിന് ഇട്ടുകൊടുത്ത ആൾക്കാർക്കെതിരെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ഈ ആരവ് സഹിതമുള്ള ആൾക്കാർ സമൂഹത്തിൽ കള്ളനാണ്, മോശക്കാരനാണെന്ന് പറഞ്ഞ് ഒരു ഓഡിയോ ഇട്ടത് ഈ വ്യക്തി തന്നെയാണ്, ഈ സെലിബ്രിറ്റി തന്നെയാണ്. പിന്നെ ഇവർക്കെല്ലാവർക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചെയ്യാൻ വേണ്ടി ഒരു 10 വയസ്സോ 15 വയസ്സേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെല്ലാം 40-50 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന കേട്ട് അവരങ്ങോട്ട് മുന്നോട്ട് പോകും. പിന്നെ ഈ പറയുന്നവർ എന്നെ പ്രവോക്ക് ചെയ്തിട്ട് അതിന് ഒരു ആൻസർ തന്നതിൻ്റെ പുറത്ത് മാത്രം നിങ്ങൾ സംസാരിക്കാതെ അതിൻ്റെ ആ വോയിസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ഇടാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കിട്ടും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഓൾറെഡി അത് ആ കേസിൻ്റെ ഭാഗമാണ്.
ഈ പറയുമാതിരി ഈ പറയുന്ന ഈ ഈ സെലിബ്രിറ്റിയുടെ എന്തുവാന്ന് ഈ അഡ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഈ സംസാരിച്ചത് എന്തായാലും എനിക്കെതിരെയുള്ളൊരു തെളിവ് ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു അഡ്മിന് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇത് വേറൊരാളുമായിട്ടുള്ള മാനിപ്പുലേഷനിൽ സംസാരിച്ച് എന്തുവാന്ന് മാനിപ്പുലേഷൻ സംസാരം ഞങ്ങൾ തമ്മിലുണ്ടായി. വേറൊരാളെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഇയാളെ സഹായിക്കണം. അതായത് ഒരു സ്ത്രീ ഒരമ്മ എന്ന് പറയുന്ന ഒരു അമ്മയെ പുറത്താക്കാൻ വേണ്ടി പൊന്നൂസ് എന്ന് പറയുന്ന ഒരു അമ്മയെ പുറത്താക്കാൻ വേണ്ടി ഞാനും ഇവനും കൂടെ കരുതി കൂട്ടി ഈ അമ്മ ചെയ്തു എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം ഫോണിൽ ഒരു അൺനോൺ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്തിരിക്കാനായിരിക്കാം നമ്പറിൽ വിളിച്ച് സംസാരിക്കുക. അതിന് ശേഷം ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു ഡീലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമാണ്. എന്നിട്ട് ഇത് ഈ പറയുന്ന സെലിബ്രിറ്റിക്ക് ഇട്ടുകൊടുക്കുകയും ആ അമ്മയെ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. ഗ്രാജുവലി കിടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ സംഭവം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കി. പിന്നെ എന്നെ നമ്മുടെ മാഡ് വൈബ് ദേവുമൊക്കെ വന്നിരുന്നത് തള്ളക്കൊക്കെ വിളിക്കുന്ന കേട്ട് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഈ വ്യക്തിയൊക്കെ, നിങ്ങളും സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഒരു ഇഷ്യൂവിൽ ഞാനത് ഇവിടെ പറയുന്നില്ല, നിങ്ങളുടെ ഒരു ഇഷ്യൂവിൽ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇടപെട്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊക്കെ നമ്മളോട് വിളിച്ച് ചോദിക്കുക, എന്തോ ഇഷ്യൂ എന്ന് വിളിച്ച് ചോദിക്കായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.